ഇന്ന് നമുക്ക് ഒരു സദ്യ വിഭവമായ പൈനാപ്പിൾ പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇപ്പം ഓണത്തിനും വിഷുവിനും അല്ലെങ്കിൽ കല്യാണ സദ്യക്കൊക്കെ മെയിനായിട്ടുള്ള ഒരു വിഭവമാണ്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 300 ഗ്രാം കൈതച്ചക്ക നന്നായി കൊത്തിയരിഞ്ഞത് ഞാനിവിടെ ഫുഡ് പ്രോസസ്സറിലാണ് ഗ്രൈൻഡ് ചെയ്തെടുത്തേക്കുന്നത്. ഏകദേശം 1.5 കപ്പോളം പൈനാപ്പിൾ വരും. ഇനി ഇതിലേക്ക് 2 ചെറിയ പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളം ഒന്ന് തിളച്ചു തുടങ്ങുമ്പോഴത്തേക്ക് അടച്ചു വെച്ച് ഒരു 2-3 വിസിൽ വരുന്നിടം വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വേകുന്നതിന് കുറച്ച് സമയം എടുക്കും. ഈ സ്റ്റീം എല്ലാം പോയി നന്നായി തണുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് 1/2 കപ്പ് തേങ്ങ തിരുമിയത്, ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്. കടുക് അരയ്ക്കുമ്പം ഈ പറഞ്ഞ അളവിൽ തന്നെ അരയ്ക്കാവൂ, കൂടിപ്പോകരുത്. അപ്പോൾ ഒരു ചെറിയ കയ്പ്പ് രുചി ഉണ്ടാവും. 1/4 ടീസ്പൂൺ ജീരകം, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോളം ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അത് തണുപ്പ് സ്ഥലത്തുള്ളവർ അങ്ങനെ ചെയ്താൽ മതി, അല്ലാത്തവർ നോർമൽ വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി. ഇനി 1/4 കപ്പ് തൈര് നന്നായിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് കട്ടയൊന്നുമില്ല നന്നായിട്ട് അടിച്ചെടുത്ത് അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കുക്കറിൻ്റെ സ്റ്റീം എല്ലാം കംപ്ലീറ്റ് പോയി ഒന്ന് തണുത്തിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇതേപോലെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. 1/2 ടേബിൾ സ്പൂൺ ശർക്കര അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം. രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഇത് ചെറിയ തീയിലിട്ടതൊന്ന് യോജിപ്പിച്ചെടുക്കാം. തിളച്ച് വരാതെ തന്നെ ഇളക്കി യോജിപ്പിച്ച് ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് പോകണം. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ആവി വന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ പുളിക്ക് അനുസരിച്ച് ചേർക്കാം. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് താളിക്കാനായിട്ട് ഒരു പാനിൽ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർക്കാം. ഒരു 3 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില ചേർക്കുക. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നന്നായിട്ട് ഉള്ളിയൊക്കെ ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇതാ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയി കഴിഞ്ഞു. പച്ചടി വെക്കുമ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞ് തന്നെ വെക്കണം. അതിനാണ് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. വലുതായിട്ട് അരിഞ്ഞിടരുത്. ഇതിന് മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ്. അതുകൊണ്ടൊരു പ്രത്യേക രുചിയാണ് ഇതിന്. പച്ചടിയുടെ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളൊരു പച്ചടിയാണ് ഈ പൈനാപ്പിൾ വെച്ചിട്ടുണ്ടാക്കുന്ന പച്ചടി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സദ്യക്ക് ഇലയിൽ വിളമ്പുമ്പോൾ ഇത് ഒഴുകി പോകരുത്, കുറുകി തന്നെ ഇങ്ങനെ ഇരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.